ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ നമ്മൾ കളയുന്ന വസ്തുക്കൾ, അതായത് ഈ സെവനപ്പ് കുടിച്ചിട്ടുള്ള അങ്ങനത്തെ കുപ്പികൾ, ഈ കാസറ്റിൻ്റെ CD-കൾ, അതുപോലെ വേണ്ടാത്ത പേപ്പർ കഷ്ണങ്ങൾ, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന നമ്മളെ ഡ്രസ്സുകൾ, വേണ്ടാത്ത പഴയ ഡ്രസ്സ് ഉണ്ടാവും, ഈ ഫ്ലോർ ലെങ്ത് ചുരിദാറിൻ്റെ ഒക്കെ ആ നെറ്റ് ഇതുകൾ, കഴിച്ചിട്ട് കളയുന്ന പിസ്തല തൊണ്ടുകൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിനെ തന്നെ നല്ല മനോഹരമാക്കുന്ന ഓരോ വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ നമ്മളുടെ വീട്ടിൽ നമ്മൾ കളയുന്ന പേസ്റ്റിൻ്റെ ഈ കവറുകൾ ഉണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കിയതുണ്ട് ഈ ഫ്ലവർ വേസ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വളരെയധികം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴല്ല ആർക്കും ഒരു വില ഉണ്ടാവില്ല, കാരണം പൈസക്ക് വാങ്ങിച്ച വിലയുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ തൃപ്തിക്കനുസരിച്ച് നമുക്ക് നമ്മളുടെ വീടിനെ തന്നെ അലങ്കരിക്കാനായിട്ട് നമുക്ക് കഴിയും. അതും നമ്മൾ അധികം പൈസകൾ ചിലവാക്കാതെ നമ്മൾ വേണ്ടാതെ ഉപയോഗിച്ച് കളയുന്ന പേസ്റ്റുകളായിക്കോട്ടെ, അതിൻ്റെ ഒക്കെ ഇങ്ങനെ കവറുകളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിക്കണണ്ട, ഇത് നമ്മളിങ്ങനെ നമ്മളുടെ ഡോറുമിലൊക്കെ കൊളുത്തിടാൻ പറ്റുന്ന ഒരു അലങ്കാരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അത് ഉണ്ടാക്കിക്കുന്ന വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ, കളറ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ, ആ കവറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ തുണികൾ വെച്ചിട്ടാണ് ഈ റോസാപ്പൂവിൻ്റെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇത് ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അത് പഠിച്ചിട്ടൊന്നല്ല, വെറുതെ ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്?